നമസ്കാരം. കൂളിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം: കഴ്സറിന് ഇടതുവശത്തെ അക്കം കളയുന്നതിന് ഉപയോഗിക്കുന്ന കീ ഏതാണ്? കഴ്സറിന് ഇടതുവശത്തെ അക്ഷരം കളയുന്നതിന് ഉപയോഗിക്കുന്ന കീ ഏതാണ്? ചോദ്യത്തിൻ്റെ ഉത്തരം ഒരു വെള്ള പേപ്പറിൽ എഴുതി വയ്ക്കുക. ഈ വീഡിയോയുടെ അവസാനം ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നതാണ്. ശരിയാണോ എന്ന് പരിശോധിക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. ഇന്ത്യൻ ഭാഷകൾ കമ്പ്യൂട്ടറിലേക്ക് ടൈപ്പ് ചെയ്യാനായി ഇന്ത്യൻ സർക്കാർ അംഗീകരിച്ച കീബോർഡ് ഘടനയുടെ പേര് എന്താണ്? ഇന്ത്യൻ ഭാഷകൾ കമ്പ്യൂട്ടറിലേക്ക് ടൈപ്പ് ചെയ്യാനായി, അതായത് മലയാളം, ഹിന്ദി അതുപോലുള്ള മറ്റ് ഭാഷകൾ, ഇന്ത്യൻ സർക്കാർ അംഗീകരിച്ച കീബോർഡ് ഘടനയുടെ പേരെന്ത്? അടുത്ത ചോദ്യം: ഇൻസ്ക്രിപ്റ്റ് കീബോർഡ് രൂപകൽപ്പന ചെയ്തത് ആര്? ഇൻസ്ക്രിപ്റ്റ് കീബോർഡ് രൂപകൽപ്പന ചെയ്തത് ആര്? എത്ര ഇന്ത്യൻ ഭാഷകളിലെ ലിപികൾക്കാണ് ഇൻസ്ക്രിപ്റ്റ് കീബോർഡ് ഉള്ളത്? എത്ര ഇന്ത്യൻ ഭാഷകളിലെ ലിപികൾക്കാണ് ഇൻസ്ക്രിപ്റ്റ് കീബോർഡ് ഉള്ളത്? ലാസ്റ്റ് ക്വസ്റ്റ്യൻ: എത്ര ഇന്ത്യൻ ഭാഷകളിലെ ലിപികൾക്കാണ് ഇൻസ്ക്രിപ്റ്റ് കീബോർഡ് ഉള്ളത് എന്ന ചോദ്യം നമ്മൾ ഇതിനു മുൻപ് കണ്ടു. ഏതെല്ലാം ഭാഷകളിലെ ലിപികൾക്കാണ് ഇൻസ്ക്രിപ്റ്റ് കീബോർഡ് ഉള്ളത് എന്നാണ് അടുത്ത ചോദ്യം. അവസാന ചോദ്യം: ഇന്ത്യൻ ഭാഷകൾ ഏതെല്ലാം ഭാഷകളിലെ ലിപികൾക്കാണ് ഇൻസ്ക്രിപ്റ്റ് കീബോർഡ് ഉള്ളത്? ഉത്തരങ്ങൾ എഴുതി കഴിഞ്ഞിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്ക് ഓരോ ചോദ്യത്തിൻ്റെയും ഉത്തരങ്ങൾ പരിശോധിക്കാം. ആദ്യത്തേത്: കഴ്സറിന് ഇടതുവശത്തെ അക്ഷരം കളയുന്നതിന് ഉപയോഗിക്കുന്ന കീ ഏത്? കഴ്സറിന് ഇടതുവശത്തെ അക്ഷരം കളയുന്നതിന് ഉപയോഗിക്കുന്ന കീ എന്ന് പറഞ്ഞാൽ ബാക്ക് സ്പേസ് കീ ആണ്. ബാക്ക് സ്പേസ് കീ ആണ് ഇടതുവശത്തെ അക്ഷരം കളയുന്നതിന് ഉപയോഗിക്കുന്ന കീ. അപ്പോൾ വലതുവശത്തെയോ? വലതുവശത്തെ അക്ഷരം കളയുന്നതിനുള്ള കീ ആണ് ഡിലീറ്റ് കീ. ഡിലീറ്റ് കീ ആണ് വലതുവശത്തെ അക്ഷരം കളയാനുള്ള കീ. ഇന്ത്യൻ ഭാഷകൾ കമ്പ്യൂട്ടറിലേക്ക് ടൈപ്പ് ചെയ്യാനായി ഇന്ത്യൻ സർക്കാർ അംഗീകരിച്ച കീബോർഡ് ഘടന ഏത്? ഇന്ത്യൻ ഭാഷകൾ കമ്പ്യൂട്ടറിലേക്ക് ടൈപ്പ് ചെയ്യാനായി ഇന്ത്യൻ സർക്കാർ അംഗീകരിച്ച കീബോർഡ് ഘടന ഏത്? ഇന്ത്യൻ ഭാഷകൾ കമ്പ്യൂട്ടറിലേക്ക് ടൈപ്പ് ചെയ്യാനായിട്ട് നമ്മുടെ സർക്കാർ അംഗീകരിച്ച കീബോർഡിൻ്റെ ഘടനയുടെ പേരാണ് ഇൻസ്ക്രിപ്റ്റ് കീബോർഡ്. ഇൻസ്ക്രിപ്റ്റ് കീബോർഡ് എന്നത്. അത് നിങ്ങൾ ഇത് ചെയ്തിട്ടുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് നമ്മളുടെ കമ്പ്യൂട്ടറിൻ്റെ മുകളിൽ EN എന്നുള്ള ഒരു സിമ്പൽ കാണും. ആ സിമ്പലിൽ അമർത്തിയാൽ ഇംഗ്ലീഷ് ഉണ്ടാവും. അതിൻ്റെ തൊട്ട് താഴെ മലയാളം ഉണ്ടാവും. അതിൻ്റെ തൊട്ട് താഴെയായിട്ട്, അതായത് ഏറ്റവും അവസാനമായിട്ട് കീബോർഡ് ലേ ഔട്ട് ചാർട്ടും ഉണ്ടാവും. ടെക്സ്റ്റ് ഡാറ്റ സെറ്റിങ്സും ഉണ്ട്. ടെക്സ്റ്റ് എൻട്രി സെറ്റിങ്സും ഉണ്ടാവും. ഇതിലാണ് നമുക്ക് ഭാഷകളൊക്കെ മാറ്റാൻ കഴിയുന്നത്. നിങ്ങൾ ചെയ്തു നോക്കിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ത്യൻ ഭാഷകൾ കമ്പ്യൂട്ടറിലേക്ക് ടൈപ്പ് ചെയ്യാനായി ഇന്ത്യൻ സർക്കാർ അംഗീകരിച്ച കീബോർഡ് ഘടനയാണ് ഇൻസ്ക്രിപ്റ്റ് കീബോർഡ്. ഇൻസ്ക്രിപ്റ്റ് കീബോർഡ് രൂപകൽപ്പന ചെയ്തത് ആര് എന്നാണ് അടുത്ത ചോദ്യം. ഇൻസ്ക്രിപ്റ്റ് കീബോർഡ് രൂപകൽപ്പന ചെയ്തത് ആര്? CDAC ആണ് ഇൻസ്ക്രിപ്റ്റ് കീബോർഡ് രൂപകൽപ്പന ചെയ്തത്. CDAC. അടുത്ത ചോദ്യം: എത്ര ഇന്ത്യൻ ഭാഷകളിലെ ലിപികൾക്കാണ് ഇൻസ്ക്രിപ്റ്റ് കീബോർഡ് ഉള്ളത്? എത്ര ഇന്ത്യൻ ഭാഷകളിലെ ലിപികൾക്കാണ് ഇൻസ്ക്രിപ്റ്റ് കീബോർഡ് ഉള്ളത്? ഉത്തരം 12 ഭാഷകളിലെ ലിപികൾക്കാണ് ഇൻസ്ക്രിപ്റ്റ് കീബോർഡ് ഉള്ളത്.
നമ്മൾ പറഞ്ഞു ഇന്ത്യൻ ഭാഷകളിലെ ലിപികൾക്ക് ഇൻസ്ക്രിപ്റ്റ് കീബോർഡ് ഉണ്ട് എന്നുള്ളത്. 12 ഭാഷകളിലെ ലിപികൾക്കാണ് ഇൻസ്ക്രിപ്റ്റ് കീബോർഡ് ഉള്ളത്. അങ്ങനെയെങ്കിൽ ഈ 12 ഭാഷകൾ ഏത് എന്നാണ് അടുത്ത ചോദ്യം. ഈ 12 ഭാഷകൾ ഏതെന്ന് ഒരിക്കലും നമുക്ക് ക്വിസിൽ ചോദിക്കില്ല. പക്ഷേ അഥവാ ഏതെങ്കിലും 1 or 2 ഇതിൽ ഏതാണ് ഉൾപ്പെടാത്തത് എന്ന് ചോദ്യം വന്നാൽ വരാം. അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് അടുത്തതായിട്ട്, അതായത് ഇനി വരുന്ന തൊട്ടടുത്തായിട്ട് ഞാൻ ഈ 12 ഭാഷകളുടെയും പേര് കാണിക്കുന്നുണ്ട്. ഈ 12 ഭാഷകളുടെ പേര് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അതോടൊപ്പം മറ്റ് ചോദ്യങ്ങളുടെ ഉത്തരങ്ങളും കൂടി നിങ്ങൾക്ക് കാണാവുന്നതാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ആവശ്യമുള്ളവർക്ക് ഷെയർ ചെയ്ത് നൽകുക. നന്ദി, നമസ്കാരം.